സ്വന്തമായി കൃഷി ചെയ്ത് മറ്റുള്ളവരെയും കൃഷിയിലേക്ക് വരാൻ മോട്ടിവേറ്റ് ചെയ്ത് അതുപോലെ ആളുകൾക്ക് സ്കിൽ ഡെവലപ്മെൻ്റ് ഒക്കെ കൊടുക്കുന്ന ഒരു റിസോഴ്സ് പേഴ്സൺ, കർഷക, സാമൂഹ്യ പ്രവർത്തക, അങ്ങനെ ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എങ്ങനെയാണ് ചെറിയ ചെറിയ ശ്രമങ്ങൾ വലിയ വലിയ മാറ്റങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിലും സമൂഹത്തിലും ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നുള്ളതിനുള്ള ഒരു വലിയ ഉദാഹരണമാണ് ഈ വ്യക്തി. അപ്പോൾ നമുക്ക് ആളെ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ രഹന ഇത്ത. നമസ്കാരം ഇത്ത. നമസ്കാരം. എങ്ങനെ കൃഷിയിലേക്ക് കടന്നു വന്നത്? ഞാനൊരു കാർഷിക മേഖലയിൽ ജനിച്ചു വളർന്ന ആളാണ്. ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതാരുടെ വീട് എവിടെയായിരുന്നു? എൻ്റെ വീട് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ ഒരു കാർഷിക എൻ്റെ പേരൻസൊക്കെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ അത് കണ്ടു വളർന്നതാണ്. പക്ഷെ അല്ലാതെ എനിക്ക് അന്നൊന്നൊരു പ്രത്യേക പരിചയമൊന്നുമില്ല. ഇനി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു കാർഷിക രീതി അല്ല ഇവിടെ നമുക്കതിന് എല്ലാ യന്ത്രവൽക്കരണമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും കിട്ടുന്ന ഒരു മേഖലയായി. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ആ കൃഷിയെക്കുറിച്ചുള്ള ഒരു ചെറിയ അറിവൊക്കെ ഉണ്ട്. അതൊന്നും ഇവിടെ ഒന്ന് പ്രാവർത്തികമാക്കാം എന്നൊരു തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ എത്ര വർഷമായി കൃഷിയിലോട്ടോ കടന്നു വന്നിട്ട്? കൃഷിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു 8 വർഷമൊക്കെ ആയിട്ടുള്ളൂ. ആദ്യമായിട്ട് കൃഷി ചെയ്തത് എന്താ? ആദ്യമായിട്ട് കൃഷി ചെയ്തത് നെല്ലിലേക്കാണ്. ഞങ്ങൾ കാരണം ഒരുപാട് കൃഷി ചെയ്യാത്ത പാടങ്ങൾ ഇവിടെ കിടക്കുമായിരുന്നു. അപ്പോൾ എനിക്കിവിടെയുള്ള ആളുകളെയൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ട് ആദ്യം ഞാൻ തന്നെ ഇറങ്ങി. അപ്പോൾ ആ തന്നെ ഇറങ്ങുന്ന സമയത്ത് കുറേ തരിശുഭൂമി കിടക്കുമ്പോൾ ഞങ്ങൾ കൂടാമെന്നും പറഞ്ഞ് കുറച്ച് ആളുകൾ വന്നു. അങ്ങനെ ഞങ്ങളൊരു കുറേ ആളുകൾ കൂടി ഒരു 25ഓളം കുടുംബങ്ങൾ കൂടി മൊത്തം പാടം കൃഷി ചെയ്തു. ഒരു 10 ഏക്കറോളം പാടം. അങ്ങനെ ആ ഒരു വർഷം കഴിഞ്ഞപ്പം അത് നല്ല വിളവുണ്ടായിരുന്നു. നല്ല വിളവായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ബാക്കി കിടക്കുന്ന സ്ഥലവും ഒരു സ്ത്രീ കൂട്ടായ്മ, അതായത് ഈ കുടുംബശ്രീക്ക് JLG എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ അതൊരു 3-4 കൂട്ടായ്മ നമ്മുടെ ഈ വാർഡിൽ തന്നെ ഉള്ളപ്പോൾ അവരോട് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒത്തൊരുമിച്ച് നിന്നാൽ എല്ലാ പാടവും കൃഷി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവരെല്ലാവരും അങ്ങനെ വെറുതെ കിടന്ന പാടങ്ങളൊക്കെ കൃഷി ചെയ്തു തുടങ്ങി. ഞങ്ങളുടെ കൃഷി ഗ്രൂപ്പിന്റെ പേര് അനശ്വര എന്നാണ്. ആ ഒപ്പം തന്നെ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഞങ്ങള് 5 പേര്. അപ്പൊ ഇനി ഉടനെ കൊയ്ത്തുണ്ടാവുമല്ലേ? അത് കഴിഞ്ഞിട്ട് അടുത്ത കൃഷി ഇറക്കും. ഇനി അടുത്ത എന്തൊക്കെ കൃഷി ഇറക്കാൻ പോന്നെ? അടുത്ത് ഇനിയിപ്പോ ഉടനെ ഇറക്കാൻ പോകുന്ന പയർ കൃഷി ചെയ്യാനാണ് ഇരിക്കുന്നത്. അത് ഇവിടെ തന്നെയാണ് സ്ഥലം. പയറും പാവലും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞങ്ങക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കൃഷിഭവന്റെ സപ്പോർട്ടുണ്ട് നല്ല രീതിയിൽ. നല്ല രീതിയിൽ അവര് അതിന്റെ നടല് മുതല് അതിന്റെ പാകമാകുന്നിടം വരെയുള്ള വളപ്രയോഗം മുതൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇതാണല്ലേ ഇത്തയുടെ കൂട്ടായ്മയിലെ ആൾക്കാരൊക്കെ എല്ലാവരും പരിചയപ്പെടുത്തോ? ഇവര് 2 പേര് എൻ്റെ ഫാമിലി തന്നെയുള്ള ആളുകളാണ്. ഒരാള് സുഹറ, എൻ്റെ മൂത്ത നാത്തൂനാണ്. പിന്നെ അമ്മണി ചേച്ചി ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തന്ന് ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്നു. പിന്നെ അടുത്തയാളും നാത്തൂൻ തന്നെയാണ്, എൻ്റെ ഇളയ നാത്തൂനാണ്. എൻ്റെ നൂർജഹാൻ എന്നാണ് പേര്. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, റംസി മജീദ് എന്ന് പറയാ. അവള് പുറത്ത് പോയേക്കുവാണ്, അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഇല്ല. ഞങ്ങളെല്ലാവരും പിന്നെ ഇത് കൂടാണ്ട് മറ്റേ കൂട്ടായ്മകളൊക്കെ ഉണ്ട്. വേറെ പേരിലാണ് അവരെ. ഒരു അയ്യങ്കാളി ഒരു ഗ്രൂപ്പുണ്ട്. അതുപോലെ തന്നെ ഇലാഹിയ ഒരു കൂട്ടമുണ്ട്. സ്നേഹ എന്ന് പറഞ്ഞൊരു JLG ഉണ്ട്. ഇവരെല്ലാരും കൂടി അങ്ങനെ 3-4 JLG കൂട്ടങ്ങളും അതുപോലെ ഞങ്ങളുടെ JLG എത്ര മെമ്പേഴ്സ് വെച്ചപ്പോൾ? 4. എല്ലാ JLG-യിലും 4-5 അത്ര കൂടുതലുണ്ടാവാറില്ല. ഇപ്പൊ നിങ്ങളുടെ കൂട്ടായ്മ കൃഷി അല്ലാതെ വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഞങ്ങൾ ഈ സ്റ്റിച്ചിങ് യൂണിറ്റ് നടത്തുന്നുണ്ട്. ഇത് കുടുംബശ്രീയുടെ ഒരു യൂണിറ്റ് ആണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ എല്ലാം കൂട്ടായ്മയിലാണ്. ഇപ്പൊ കുടുംബശ്രീയുടെ യൂണിറ്റ് ആണ്. അതില് ഇപ്പൊ ഞങ്ങള് കുടുംബശ്രീയുടെ സംരംഭമായി ഈ യൂണിറ്റിൽ ടീഷർട്ടും ചുരിദാറുമാണ് ചെയ്യുന്നത്. അതായത് കേന്ദ്ര സർക്കാരിന്റെ DDU GKY എന്ന് പറയുന്ന ആ പദ്ധതിയുടെ ഏകദേശം 30ഓളം യൂണിറ്റ് കേരളത്തിലുണ്ട്. അതില് ടീഷർട്ടും ചുരിദാറും ചെയ്യുന്ന ഏക യൂണിറ്റ് ഞങ്ങളുടെ കേരളത്തിൽ തന്നെ. അത് ഞങ്ങൾ കേരളത്തിന് പുറത്തും യൂണിഫോം വിതരണം ചെയ്യുന്നുണ്ടല്ലേ? അപ്പൊ ഇപ്പൊ ഇവിടെ എത്ര പേര്? ഞങ്ങള് ഇവിടെ ശരിക്കും എല്ലാ ദിവസങ്ങളിലും ഇവിടെ വർക്ക് നടക്കില്ല. കാരണം ആ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ബേസുള്ള യൂണിഫോമും എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വർക്കുള്ള ദിവസം ഞങ്ങൾക്ക് ഏകദേശം 13 പേര് വരെ വർക്ക് ചെയ്യുന്ന യൂണിറ്റ് ആണ്. അപ്പൊ ഈ ഒപ്പം സ്റ്റിച്ചിങ് മാത്രമല്ല സ്ക്രീൻ പ്രിന്റിങ്ങും ഇവിടെ നടക്കുന്നുണ്ട്.
ഒറ്റയ്ക്ക് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ട് തോന്നിയേക്കാം. പക്ഷെ നമ്മളൊരു കൂട്ടായ്മയായിട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഐക്യബലമാണ് മഹാബലം എന്നുള്ളൊരു വലിയ ഉദാഹരണം രഹന ഇത്തയും കൂട്ടായ്മയും നമുക്ക് കാണിച്ചു തന്നേക്കുവാണ്. അപ്പോൾ വീണ്ടും പുതിയ പുതിയ കാർഷിക വിശേഷങ്ങളുമായി ഫാം ട്രക്കിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം.